ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ദ ട്രിക്കോസിസ്റ്റ്. ട്രിക്കോസിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്. സോ വി ക്യാൻ ജസ്റ്റ് എൻ്റർ ടു അവർ ടോപ്പിക് ഫാസ്റ്റ്ലി. Trichocysts are oval or spindle-shaped intracellular extrusomes found in cortical cytoplasm. ട്രിക്കോസിസ്റ്റും ഫൗണ്ട് ഇൻ കോർട്ടിക്കൽ സൈറ്റോപ്ലാസം ആണ്. നിങ്ങൾ പോയിൻ്റ് വൈസ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. മെയിനായിട്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ദേ ആർ ഫോംഡ് ഇൻ ഗോൾജി ബോഡീസ്. ഗോൾജി ബോഡീസിലും അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുമാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ദേ ആർ അറേഞ്ച്ഡ് വെർട്ടിക്കലി ഓൾട്ടർനേറ്റിംഗ് വിത്ത് കൈനറ്റോസോംസ് ആൻഡ് ആൽവിയോളി. ഓക്കെ, ഈ ട്രിക്കോസിസ്റ്റിൽ ദർ ഇസ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാപ്സ്യൂൾ. ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഹൈലി ടോക്സിക്, ഡെൻസ് ടോക്സിക് ഫ്ലൂയിഡ് ആൻഡ് സ്വെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ് ഇറ്റ് കണ്ടെയ്ൻസ്, ഈ ഫ്ലൂയിഡിലുള്ളത്. Terminally, it has a pointed tip known as Barbeau's spike covered by a protoplasmic cap. പിന്നെ trichocysts are believed to be structures of defense, adhesion, anchorage and food capture. മെയിൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിക്കോസിസ്റ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ഡിഫെൻസും അഡെഷനും ആങ്കറേജും ആൻഡ് ഫുഡ് ക്യാപ്ചർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ പാരമീഷ്യം സ്റ്റിമുലേറ്റഡ് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ കോർട്ടെക്സ് സഡൻലി കോൺട്രാക്ട് ചെയ്യും. അതിൻ്റെ പ്രതിഫലമായിട്ട് ആസ് എ റിസൾട്ട് ദ ട്രിക്കോസിസ് ഗെറ്റ്സ് കംപ്രസ്ഡ് ആൻഡ് ഇറ്റ്സ് പ്രോട്ടോപ്ലാസ്മിക് ക്യാപ്പ് ഇസ് ലിഫ്റ്റഡ് അപ്പ്. സൂൺ വാട്ടർ എൻറ്റേഴ്സ് ദ ക്യാപ്സ്യൂൾ. വേഗം തന്നെ വാട്ടർ ക്യാപ്സ്യൂളിലേക്ക് എൻറ്റർ ചെയ്യും. ദ സ്വെല്ലിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ്സ് വാട്ടർ ആൻഡ് elongates very much. Suddenly, it gets explosively fired out as a long, banded and sticky thread with a bulbous base and the barb at the tip. The thread comes out through an opening on the pellicular ridge. Once discharged, ഒരു വട്ടം ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രിക്കോസിസ് becomes damaged and useless. Soon it gets replaced by a new one. അത്രയാണ് ട്രിക്കോസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് സ്ട്രക്ചേഴ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് അല്ല, ഓഡിയോ മാത്രം മതിയെങ്കിൽ ഇറ്റ്സ് ഓൾസോ ഇനഫ്. ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാരമീഷ്യം ഹാസ് എ വെൽ ഓർഗനൈസ്ഡ് ഫുഡ് കളക്റ്റിംഗ് അപ്പാരറ്റസ് നോൺ ആസ് ഓറൽ ഓർ ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ്. ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെൻട്രൽ സൈഡിൽ നിന്നാണ്, നോൺ ആസ് പെരിസ്റ്റോമൽ ഗ്രൂവ് ഓർ ഓറൽ ഗ്രൂവ്. സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി പറഞ്ഞു തരാൻ പറ്റും. ദിസ് ഗ്രൂവ് ലെറ്റ്സ് ടു എ ഫണൽ ഷേപ്പ് ഡിപ്രഷൻ. ഈ ഗ്രൂവ് ഒരു ഫണൽ ഷേപ്പ് ഡിപ്രഷൻ, വെസ്റ്റിബ്യൂൾ എന്നാണ് അതിൻ്റെ പേര്, അതിലേക്കാണ് പോകുന്നത്. ആഫ്റ്റർ ദാറ്റ്, ഫോളോയിങ് ദിസ് ഇസ് എ സിലിണ്ട്രിക്കൽ കാവിറ്റി കോൾഡ് ഗള്ളറ്റ്. ഗള്ളറ്റ്സ് ലെറ്റ്സ് ടു എ ട്യൂബുലർ പാർട്ട് നോൺ ആസ് സൈറ്റോഫാരിങ്സ് ത്രൂ എ സ്മോൾ ഓപ്പണിംഗ് കോൾഡ് സൈറ്റോസ്റ്റോം. Slightly behind the cytopharynx is a lateral anal opening known as cytoproctor cytopyle. Through this, undigested residue passes out. ഇന്നർ സർഫസ് ഓഫ് ഓറൽ ഗ്രൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെസ്റ്റിബ്യൂൾ അഥവാ ഓറൽ ഗ്രൂവിനെ കുറിച്ചും വെസ്റ്റിബ്യൂളിനെ കുറിച്ചും ഗള്ളറ്റിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ദേ ഓൾ ആർ റിച്ച്ലി സീലിയേറ്റഡ്, വേറാസ് സൈറ്റോഫാരിങ്സ് മാത്രം നോൺ സീലിയേറ്റഡ് ആണ്. Oral groove is beset with exceptionally long and powerful cilia, known as peristomial cilia. In the vestibule and gullet, cilia are arranged in four sets, running transversely along the right wall of the gullet. From the junction between vestibule and gullet is a ciliary membrane known as enteral membrane or paroral membrane. It is formed of a single row of fused cilia. Running along the dorsal wall of the gullet is a ciliary band, the quadrillus. Running along the dorsal wall of the gullet is a ciliary band, quadrillus. It is formed of 4 rows of cilia. ഓക്കെ, അപ്പോൾ ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഡയമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സോ ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസിനെ കുറിച്ച് പറയുന്നത് പാരോമീഷ്യം ഹെട്രോകാരിയോട്ടാണ് വിത്ത് ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ്. It exhibits nuclear dimorphism in having 2 dissimilar nuclei. 2 ന്യൂക്ലിയൈ ഇതിൽ കാണപ്പെടുന്നു, രണ്ടും ഡിസിമിലർ ആണ്. ഒന്നിൻ്റെ പേര് one is small and one is big. The small one is normally diploid micronucleus and large one is normally polyploid or meganucleus or macronucleus.
മൈക്രോ ന്യൂക്ലിയസ് റീപ്രൊഡക്റ്റീവ് ന്യൂക്ലിയസ് ആണ്. റിപ്രൊഡക്ഷനാണ് ഇതിന് സഹായിക്കുന്നത്. റിപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്, റിപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് മൈക്രോ ന്യൂക്ലിയസ് സഹായിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് മാക്രോ ന്യൂക്ലിയസ് ഇസ് വെജിറ്റേറ്റീവ് ആൻഡ് ഇറ്റ് കൺട്രോൾസ് മെറ്റബോളിസം. പിന്നെ ഉള്ള വ്യത്യാസം, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. മൈക്രോ ന്യൂക്ലിയസ് ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി ആൻഡ് മിയോട്ടിക്കലി. മൈറ്റോട്ടിക്കായിട്ടും മിയോട്ടിക്കായിട്ടും ഡിവൈഡ് ചെയ്യും മൈക്രോ ന്യൂക്ലിയസ്. ബട്ട് മാക്രോ ന്യൂക്ലിയസ് ഡിവൈഡ് അമൈറ്റോട്ടിക്കലി. Therefore, macronucleus is formed from micronuclear material. Okay, there is only a single macronucleus in all species of Paramecium, but the number of micronucleus is different in different species. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പീ കൗഡാറ്റത്തിൻ്റെ കാര്യത്തിൽ നമ്പർ ഓഫ് മൈക്രോന്യൂക്ലിയസ് 1 ആണ്. പക്ഷേ ബർസാറിയയിലും ഔറീലിയയിലും അത് 2 എണ്ണമായി കാണപ്പെടുന്നു. മൂന്നാമത്തേതായിട്ടുള്ള പിന്നെ 3 എണ്ണം മൾട്ടി മൈക്രോന്യൂക്ലിയേറ്റത്തിലും കാണപ്പെടുന്നു. Macronucleus is usually bean-shaped ആണ്, with more than one nucleolus and a large chunk of chromatin. Its large size is believed to be due to and repeated endoduplication of its chromosomes without nuclear division. So, macronucleus in all probability is polyploid. പക്ഷെ മൈക്രോ ന്യൂക്ലിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓവൽ ഇൻ ഷേപ്പ്. ഇറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് ന്യൂക്ലിയോലസ് ആൻഡ് കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട്സ് ഓഫ് ഹിസ്റ്റോൺസ് ബട്ട് ലിറ്റിൽ ഓർ നോ RNA. ഇനി മൈക്രോ ന്യൂക്ലിയസ് റീപ്രൊഡക്ഷൻ്റെ ടൈമിൽ മാത്രമാണ് ആക്റ്റീവ് ആകുന്നത് ഡ്യൂറിങ് ദ ഡിവിഷൻ ഓഫ് പാരമീഷ്യം ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ master copy of the entire gene. On the other hand, macronucleus is active always and its genes are actively transcribed and translated for metabolic function. Thus, macronucleus is essential for normal metabolism and differentiation, but not necessary for sexual reproduction. Micronuclear DNA is organized only in small, complete and autonomous subchromosomal units or subnuclei, some of which may get amplified up to the million times. Therefore, thus in a fully formed macronucleus, chromatin may be contained in several small and dense bodies which represent chains of nucleosomes. ഓക്കെ, ഇനി നമുക്ക് കോൺട്രാക്റ്റൈൽ വാക്യൂൾസിനെ കുറിച്ച് പഠിക്കാം. ഇപ്പം നമ്മൾ ഓരോ സെൽ ഓർഗൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പെല്ലിക്കിളിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ഇൻഫ്രാസീലിയർ അപ്പാരറ്റസ് സീലിയനെ കുറിച്ച് പഠിച്ചു, ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസിനെ കുറിച്ച് പഠിച്ചു, ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസിനെ കുറിച്ച് പഠിച്ചു. ഇനി കോൺട്രാക്റ്റൈൽ വാക്യൂൾസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. കോൺട്രാക്റ്റൈൽ വാക്യൂൾസിന് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നൊരു ഫങ്ഷൻ്റെ കാര്യത്തിൽ വളരെ റോളുണ്ട്. നമുക്ക് പിന്നെ ഇപ്പോൾ കടക്കാം. ആദ്യം നമുക്ക് ഓർഗനൽസിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോ ഫങ്ഷനുകളെ കുറിച്ചിട്ട് പഠിക്കാം. ഓക്കെ, പാരമീഷ്യത്തിന് 2 കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് ഉണ്ട്. രണ്ടും ഓപ്പോസിറ്റ് എൻഡ്സിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ചിലപ്പോൾ അപ്പിയർ ചെയ്യും, ചിലപ്പോൾ ഡിസപ്പിയർ ചെയ്യും ഇൻ ഷോർട്ട് ഇൻ്റർവെൽസ്. Still, they have a fixed positions in the medullary cytoplasm. The anterior contractile vacuole is often called the nuclear vacuole because of its nearness to the nuclear apparatus. Similarly, the posterior one is called peristomial vacuole because of its proximity to the peristomial groove. Okay. This contractile vacuoles of Paramecium are canal face, joining each of them are 5 to 12 radial canals known as feeding canals or feeders. അപ്പോൾ ഈ കോൺട്രാക്റ്റൈൽ വാക്യൂൾസിൻ്റെ ചുറ്റും 5 to 12 റേഡിയൽ കനാൽസ് ഉണ്ട്, ഫീഡിങ് കനാൽസ് ഉണ്ട്. ഇവർ വെള്ളം വലിച്ചെടുക്കാനാണ് സഹായിക്കുന്നത്. ഈ ഫീഡിങ് കനാൽസ് 3 പോർഷൻസ്. ഈ പറഞ്ഞ ഫീഡിങ് കനാൽസിന് 3 പോർഷൻസ് ഉണ്ട്: ടെർമിനൽ പാർട്ട്, ആംബുള്ള ആൻഡ് ഇൻജെക്ടർ കനാൽ. ടെർമിനൽ പാർട്ട് ലോങ് ആണ്, നാരോ ആൻഡ് ട്യൂബുലർ. It absorbs fluid substances from the medullary cytoplasm. Opening to it is a network of smooth surfaced and branching microtubules which spread all over the body. At their outer ends, these tubules may be continuous either with more regular straight tubes or with endoplasmic reticulum. Okay. പിന്നെ അടുത്തതാണ് നമ്മൾ പറഞ്ഞ
middle portion. Ampulla is the dilated middle portion. It stores watery substances for some time. Injector canal is the injector canal. Injector canal എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് നാരോ ബേസൽ പോർഷൻ കണക്റ്റഡ് ടു ദ കോൺട്രാക്ടൽ വാക്യൂൾ. അപ്പോൾ നമ്മൾ ഈ കളക്ട് ചെയ്ത കോൺട്രാക്ടൽ വാക്യൂൾക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്നത് ഫീഡർ കനാൽസ് ആണ്. ഈ ഫീഡർ കനാൽസ് കളക്ട് ചെയ്ത ഫ്ലൂയിഡൊക്കെ കോൺട്രാക്ടൽ വാക്യൂൾസിൽ കൊടുക്കേണ്ട ഡ്യൂട്ടി ഇൻജക്ടർ കനാൽസിനാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാം. നമുക്ക് പഠിക്കാനുള്ള ഫങ്ഷൻസ് ലോക്കോമോഷനെ കുറിച്ച് പഠിക്കണം, ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കണം, അതേപോലെ തന്നെ റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ഓസ്മോ റെഗുലേഷൻ, ഫുഡ് വാക്യൂൾ സൈക്കിൾ, അയണിക് റെഗുലേഷൻ, റീപ്രൊഡക്ഷൻ, കോൺജുഗേഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. കുറേ ഉണ്ട് കേൾക്കാനെങ്കിലും, ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫസ്റ്റ് ലോക്കോമോഷനെ കുറിച്ച് പറയാം. പാരമീഷ്യം നമുക്കറിയാം സ്വിമ്മിങ് മൂവ്മെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. കോർഡിനേറ്റിംഗ് ബീറ്റിംഗ് ഓഫ് ബോഡി സീലിയ. ഓക്കെ, അപ്പോൾ സീലിയയുടെ ബീറ്റിംഗ് വഴിയാണ് ദേ പെർഫോം മൂവ്മെൻറ്റ്. അപ്പോൾ സീലിയ ജനറലായിട്ട് സീലിയ ബീറ്റ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ്, മൂവിങ് ദ പാരമീഷ്യം ഫോർവേഡ്. ഇവ സീലിയ ബാക്കിലേക്ക് ബീറ്റ് ചെയ്യുമ്പോൾ പാരമീഷ്യം മുന്നിലേക്ക് നീങ്ങുന്നു. പക്ഷേ ചില ഒക്കേഷണലി ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഫോർവേഡ് ബീറ്റിംഗ് ഓഫ് സീലിയ എന്താണെന്ന് ചെയ്യുക, മുന്നിലേക്ക് സീലിയ ബീറ്റ് ചെയ്യുമ്പോൾ ഈ പാരമീഷ്യം നേരെ ബാക്കിലേക്ക് പോകുന്നു. സീലിയറി ആക്ടീവ്സ് ക്യുക്കുമാണ്, വിഗറസുമാണ്. മാത്രമല്ല എനർജി എക്സ്പെൻഡിച്ചേഴ്സ്, എനോമസ് എനർജി എക്സ്പെൻഡിച്ചർ, ഇൻഡെക്സ് മൈറ്റോകോൺഡ്രിയൽ ആക്ടിവിറ്റി ആർ ഇൻക്രീസ്ഡ് ATP യൂട്ടിലൈസേഷൻ. ഓക്കെ, പാരമീഷ്യത്തിലെ ലോക്കോമോട്ടർ സീലിയറി ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ് ഇൻ 2 stages. ആദ്യത്തെ ഘട്ടത്തിൽ ഇത് റൈറ്റിലേക്ക് ബാക്ക്വേർഡ് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡിലേക്ക് സീലിയ ബീറ്റ് ചെയ്യുന്നു. ഇതിന് പറയുന്ന പേരാണ് എഫക്റ്റീവ് സ്ട്രോക്ക് ഓർ വർക്ക് സ്ട്രോക്ക്. ഇതാണ് വർക്ക് സ്ട്രോക്ക് വിച്ച് ബ്രിങ്സ് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എനിമൽ. വർക്ക് സ്ട്രോക്കാണ് എനിമലിനെ പറ്റുന്നത്, മൂവ്മെൻറ്റിന് കാരണമാകുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റിട്ടേൺ ടു ദിയർ ഒറിജിനൽ പൊസിഷൻ. ഫസ്റ്റ് സ്റ്റേജ് ബാക്കിലേക്ക് പോവും, സെക്കൻഡ് സ്റ്റേജ് സീലിയൻ്റെ റൈറ്റ് പൊസിഷനിലേക്ക് തന്നെ വരും. ദിസ് ഇസ് നോൺ. രണ്ടാമത് പറഞ്ഞതിൻ്റെ പേരാണ് റിക്കവറി സ്ട്രോക്ക്. ഇനി ലോക്കോമോഷൻ്റെ സമയത്ത് ഓൾ ദ ബോഡി സീലിയ വിൽ നോട്ട് ബീറ്റ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി. യൂഷ്വലി സീലിയ ലോഞ്ചിറ്റ്യൂഡിനൽ റോ ബീറ്റ് സക്സസീവ്ലി വൺ ആഫ്റ്റർ അനദർ. ഇതെല്ലാതും ഒരുമിച്ചല്ല ബീറ്റ് ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനൽ റോയിലുള്ള സീലിയകൾ ബീറ്റ് വൺ ആഫ്റ്റർ അനദർ സക്സസീവ്ലി ഫ്രം വൺ എൻഡ്. ഇതിന് പറയുന്ന പേരാണ് മെറ്റാക്രോണസ് മൂവ്മെൻറ്റ് ഓർ മെറ്റക്രോണൽ റിതം. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് സീലിയ ഓഫ് ട്രാൻസ്വേഴ്സ് റോ ബീറ്റ് സൈമൾട്ടേനിയസ്ലി. എല്ലാതും ഒരുമിച്ചാണ്. ട്രാൻസ്വേഴ്സ് റോയിലുള്ള സീലിയ ബീറ്റ് ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈമാണ്. ദിസ് ഇസ് നോൺ ആസ് സിങ്ക്രണസ് മൂവ്മെൻറ്റ് ഓർ സിങ്ക്രണസ് റിതം. മെറ്റക്രോണസ് റിതമുണ്ട്, സിങ്ക്രണസ് റിതമുണ്ട്. സ്വിമ്മിങ്ങിൻ്റെ ടൈമിൽ പാരമീഷ്യൻ യൂഷ്വലി റൊട്ടേറ്റ്സ് ഇൻ എ ലെഫ്റ്റ് സ്പൈറൽ. കാരണം എന്താ, ഈ സീലിയ ഒക്കെ റൈറ്റിലേക്കാണ് ബീറ്റ് ചെയ്യുക. സോ ദാറ്റ് റൈറ്റ്വേർഡ്സ് ബീറ്റിംഗ് ഓഫ് ദ സീലിയ മേക്ക് ദ പാരമീഷ്യം മൂവ് ടു ദ ലെഫ്റ്റ് വാർഡ്സ്. അതുമാത്രമല്ല, കാരണം ഈ ഡയറക്റ്റ്ലി ബാക്ക്വേർഡ് ബീറ്റിംഗ് ഓഫ് ദ പവർഫുൾ പെരിസ്റ്റോമൽ സീലിയും എന്താ പറയുക ബാക്ക്വേർഡ് ബീറ്റിംഗ് ആണ് നടത്തുന്നത്. അതും ഇതിനെ ലെഫ്റ്റ് സ്പൈറൽ മൂവ്മെൻറ്റ് ഓഫ് ദി ബോഡിക്കാണ് സഹായിക്കുന്നത്. അപ്പോൾ ഓഫൺ എ സ്വിമ്മിംഗ് പാരമീഷ്യ റിവേഴ്സസ് ദ ഡയറക്ഷൻ ഓഫ് എ സീലിയറി ബീറ്റിംഗ് ആൻഡ് മൂവ്സ് ഇൻ എ ന്യൂ ഡയറക്ഷൻ. ഡ്യൂറിങ് ദിസ് ഇറ്റ് റിട്രീറ്റ്സ് ആൻഡ് സ്റ്റോപ്സ് മൂവിങ് ഫോർവേഡ്. ഇത് തീരെ ഫോർവേഡായിട്ട് പോവില്ല, ഇതിങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. ഡ്യൂറിങ് ദിസ് ഇറ്റ് റിട്രീറ്റ്സ് ആൻഡ് സ്റ്റോപ്സ് മൂവിങ് ഫോർവേഡ്, ടേൺസ് അറൗണ്ട്, diverts the direction of its movement and then proceeds in a new direction. This may be called avoidance reaction. The power and the direction of ciliary beating are controlled by changing the levels of calcium plus and potassium ions. Ca plus and K plus ions released from the alveoli of pellicle. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രീഷനെ കുറിച്ചാണ്. ഇപ്പോൾ ലോക്കോമോഷൻ കഴിഞ്ഞു, ഇനി ന്യൂട്രീഷൻ. പാരമീഷ്യത്തിൻ്റെ ന്യൂട്രീഷൻ ഹോളോസോയിക്. ഈ പാരമീഷ്യൻ എന്ന് പറയുന്നത് മൈക്രോഫാഗസ് സീലിയറി ഫിൽറ്റർ ഫീഡറാണ്. ഫുഡ് ഇൻക്ലൂഡ്സ് ബാക്ടീരിയ ഡയറ്റംസ്, ആൽഗെ, ഈസ്റ്റ്, അതർ പ്രോട്ടോസോൺസ് എക്സെട്ര ആണ് ഇത് ഫീഡ് ചെയ്യുന്നത്. ഫീഡിങ്ങിൻ്റെ ടൈമിൽ ഇറ്റ് സെറ്റപ്സ് ആൻ ഇൻകമിങ് സ്ട്രീം ഓഫ് ഫുഡ് ലാഡൻ വാട്ടർ.
It is by the powerful inward beating of the peristomial cilia. Peristomial ciliയുടെ പവർഫുൾ ബീറ്റിംഗ് വഴി ഒരു ഇൻകമിങ് കറണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. From this current, food current, small suspended food particles are filtered out with the help of cilia. When the food current reaches the gullet, small food particles are sorted out and directed to the site of pharynx by the activity of the dorsal and ventral peninsulae. Dorsal and ventral peninsulae സഹായത്താൽ ഇതിനെ വാക്യൂളിലേക്ക് വന്ന ഫുഡിനെ സൈറ്റ് ഓഫ് ഫാരൻസിലേക്ക് കടത്തിവിടുന്നു. ഓക്കെ, ഫിൽറ്റേഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയ. ഗള്ളറ്റ് അപ്പോൾ വാക്യൂളല്ല, അപ്പോൾ ഈ ഗള്ളറ്റിലേക്ക് വന്നത് സ്മോൾ ഫുഡ് പാർട്ടിക്കിൾസ് ആർ ഡയറക്റ്റഡ് ടു ദ സൈറ്റ് ഓഫ് ഫാരിങ്സ്. അപ്പോൾ ഓൺ ദ അതർ ഹാൻഡ് ലാർജ് ആയിട്ടുള്ള ഹെവി പാർട്ടിക്കിൾസിനെ ബാക്ക്വേർഡ് പവർഫുൾ റിവേഴ്സ് കറണ്ട് വഴി ഇത് പുറത്തേക്ക് തള്ളുന്നു. ക്വാഡ്രലസിൻ്റെ പവർഫുൾ റിവേഴ്സ് കറണ്ട് വഴി ഹെവി പാർട്ടിക്കിൾസിനെ, ലാർജ് ആൻഡ് ഹെവി പാർട്ടിക്കിൾസിനെ വന്ന പോലെ തന്നെ പുറത്തേക്ക് വിടുന്നു. സൈറ്റ് ഓഫ് ഫാരിങ്സിൻ്റെ ടിപ്പിൽ ഫുഡ് പാർട്ടിക്കിൾസ് ആർ കളക്റ്റഡ് ബൈ ഫുഡ് വാക്യൂൾ in a food vacuole. The food vacuole grows larger and attains maximum size. Maximum size ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it is pinched from the site of pharynx and moves to the medullary cytoplasm. The continuous rotatory streaming movements of the cytoplasm takes the food vacuole round and round inside the body in a more or less definite pathway. While the food vacuole is in rotation, digestion takes place inside it. അപ്പോൾ പിഞ്ച് ചെയ്തിട്ടുള്ള പിഞ്ച് ചെയ്തിട്ടുള്ള ഫുഡ് വാക്യൂള് സൈറ്റോപ്ലാസത്തിൽ കിടന്ന് മെഡുലറി സൈറ്റോപ്ലാസത്തിൽ കിടന്ന് കറങ്ങും തോറും അതിൻ്റെ ഡൈജഷൻ അവിടെ വെച്ച് നടക്കുന്നു. ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ദ ആക്ഷൻ ഓഫ് എൻസൈംസ് ഡിഫ്യൂസ്ഡ് ഇൻ ടു ദ ഫുഡ് വാക്യൂൾ ഫ്രം ദ സറൗണ്ടിങ് എൻഡോപ്ലാസം ആൻഡ് ലൈസോസോംസ്. അപ്പോൾ ഈ ഫുഡ് വാക്യൂള് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ acidic ആണ്. The digestive secretions are acidic during the initial stage of digestion. These acidic juices kill and disintegrate the prey. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഡൈജഷൻ നടക്കുമ്പോൾ ഈ പിഞ്ച് ചെയ്ത് വന്ന ഫുഡ് വാക്യൂളിലേക്ക് acidosomes വരുന്നു. enzyme filled vesicles acidosomes fuse with membrane of the food vacuole and discharge their contents to the vacuole. അപ്പോൾ ലൈസോസോംസ് അപ്പോൾ അത് ഓൾറെഡി അസിഡിക്കായി, അപ്പോൾ തന്നെ ലൈസോസോംസ് ഇതിലേക്ക് ഫ്യൂസ് ചെയ്യുന്നു. ഈ രണ്ട് ആക്ടിവിറ്റീസും ഫുഡ് വാക്യൂളിനെ അസിഡിക് ആക്കുന്നു. ദീസ് ടു events makes the food vacuole acidic. The contents are too acidic for effective enzyme action. അപ്പോൾ കാരണം കണ്ടുപിടിക്കാത്ത ഒരു കാരണത്താൽ, reason still unknown, the contents soon become alkaline, favoring digestion. അപ്പോൾ ഈ സമയം കൊണ്ട് കംപ്ലീറ്റ് ആൻഡ് ഫൈനൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ് occurs. Since the food vacuole is always in circulation, the end products of digestion are distributed to all parts. ഇത് ഓൾറെഡി എപ്പോഴും സർക്കുലേഷനിലായതുകൊണ്ട് ഡൈജഷൻ്റെ എൻഡ് പ്രൊഡക്ട്സ് എല്ലാ ഭാഗത്തേക്കും എത്താൻ സഹായിക്കുന്നു. From the food vacuole, digested food soon diffuses to the cytoplasm. Some of the digested food undergoes oxidation for energy release. അതേപോലെ തന്നെ ചിലത് അസിമിലേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു, അസിമിലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് is kept as storage products such as glycogen, volatin, granules, etc. Also called metachromatic bodies are RNA granules, granular polymers, or inorganic phosphate. Unadjusted ആയിട്ടുള്ള residue is thrown to the outside through the cytoproctoph by breaking down of the food vacuole. ഇനി ഫുഡ് വാക്യൂൾ സൈക്കിളിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഈ വോയിസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫുഡ് വാക്യൂൾ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി ടേക്സ് എ കണ്ടിന്യൂസ് സൈക്കിൾ ഓഫ് ഫോർമേഷൻ, ഡിസൊല്യൂഷൻ ആൻഡ് റീഫോർമേഷൻ. പെല്ലിക്കിൾ വെരി കോംപ്ലക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ മെംബ്രെയിൻ ഉണ്ടാക്കാനുള്ള ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല. ദ ഫോർമേഷൻ ഓഫ് ഫുഡ് വാക്യൂൾ മേ നോട്ട് ബി അവൈലബിൾ ഫ്രം ദ ബോഡി സർഫസ്. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഡിസ്കോർഡൽ വെസിക്കിൾസ് വിച്ച് ആർ ദ പാർട്സ് ഓഫ് പ്രീവിയസ്ലി യൂസ്ഡ് ഫുഡ് വാക്യൂളിൻ്റെ പാർട്സിൽ നിന്നാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. They fuse with food vacuoles containing phagocytic vesicle and the tip of the cytopharynx. Cytopharynxൻ്റെ ടിപ്പിലുള്ള ഫുഡ് ഉള്ള വെസിക്കിളായിട്ട് ഇത് ഫ്യൂസ് ചെയ്യുന്നു. ദ ഫുഡ് വാക്യൂൾസ് അപ്പോൾ തസ് ഫോം ചെയ്തുല്ലോ, അത് പിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡൈജസ്റ്റിൻ്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ സൈറ്റോഫാരിങ്സിന്
പിഞ്ച് ചെയ്തിട്ട് മെഡുലറി പ്ലാസത്തിൽ സൈറ്റോപ്ലാസത്തിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നു, സർക്കുലേറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ലൈസോസോംസിൻ്റെയും മറ്റ് അസിഡോസോംസിൻ്റെയും ഇഞ്ചക്ഷൻ വഴി അതിൻ്റെ pH വളരെ ലോ ആവുന്നു, ബിലോ 3 ആവുന്നു. ദിസ് കിൽസ് ആൻഡ് ഇൻറ്റഗ്രേറ്റ്സ് എ പ്രേ. ഫുഡ് വാക്യൂൾ ഷ്രിങ്സ് വെരി മച്ച് ഇൻ സൈസ് അക്കമ്പനിഡ് ബൈ ദ ലോസ് ഓഫ് IMPs ഫ്രം ഇറ്റ്സ് മെംബ്രെയിൻ. ഇതിന് ശേഷം ലൈസോസോംസും ചേരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ റീസൈക്കിൾഡ് ആൻഡ് ഫുൾ വാക്യൂൾസ്. നൗ ദ വാക്യൂൾ swells and its pH rises once again. The products of digestion may directly diffuse to the cytoplasm by micropanocytes around the vacuole surface. Vacuole shrink ചെയ്യും and finally carried to the cytoplasm where the spent food vacuole fuses with the plasma membrane and releases the undigested residue to the exterior. Membrane of the residual vacuole pinches off as small fragments. They form the discoidal vesicles. അപ്പോൾ ഈ എന്താ പറയുക, ഉപയോഗം കഴിഞ്ഞ ഫുഡ് വാക്യൂൾസ് ഡിസ്കോഡൽ വെസിക്കിൾസ് ആയിട്ട് രൂപാന്തരപ്പെടുന്നു. To cytopharynx to be recycled as parts of a new food vacuoles. At time paramecium may not get sufficient food form outside. Then it may utilize the storage products. ചിലപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ട്രാൻസ്പെറൻ്റ് ആവും, സീലിയ ഡിസപ്പിയർ ചെയ്യും, സൈറ്റോപ്ലാസം ബിക്കംസ് വാക്യുലേറ്റഡ്, മാക്രോന്യൂക്ലിയർ shrinks and metabolite and the bodily activities fall abruptly. This state of structural degeneration and drastic metabolic regression is known as inanition. Normalcy is restored on the availability of sufficient food. ബാക്കിയുള്ള ഫങ്ഷൻസ് നമുക്ക് അടുത്ത വോയിസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ദിസ് വോയിസ് ഇസ് ഫിനിഷ്ഡ് ഹിയർ. ഓക്കെ.